5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ 3ാമത്തെ യൂണിറ്റാണ് ടെൻഡർ ഷൂട്ട്സ്. ആ പേജിൽ വളരെ മനോഹരമായ ഒരു പിക്ചർ തന്നിരിക്കുന്നു. അതിന് താഴെയായി വാങ്കാരി മത്തായിയുടെ ഒരു കോട്ടിങ്സും തന്നിട്ടുണ്ട്. വാങ്കാരി മത്തായി പ്രശസ്തയായ ഒരു കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയാണ്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് അവർ സ്ഥാപിച്ചതാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മരങ്ങൾ നടുക എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാന്റ് ഹോപ്പ്. നമ്മൾ ഒരു മരം നടുമ്പോൾ നമ്മൾ പ്രതീക്ഷകൾ കൂടിയാണ് നട്ടുവളർത്തുന്നത്. ഇനി അതിൻ്റെ ഡോർവേയിലേക്ക് പോയാൽ വളരെ മനോഹരമായ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഒരു കുട്ടി വളരെ സന്തോഷവാനായി ചിരിച്ചുല്ലസിച്ച് നടക്കുന്നു. അവന് ചുറ്റും ചിത്രശലഭങ്ങളും പൂക്കളുമൊക്കെയുണ്ട്. അതുപോലെ വളരെ പ്രകൃതി സുന്ദരമായ ഒരു ദൃശ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ താഴെയായി എഴുതിയിരിക്കുന്നു വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ, ഹൗ ഡു യു ഫീൽ. നിങ്ങൾ ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്. ക്യാൻ വി തിങ്ക് ഓഫ് നേച്ചർ ആസ് അവർ ഫ്രണ്ട്. പ്രകൃതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തായി തോന്നുന്നുണ്ടോ. വൈ, എന്തുകൊണ്ട്. ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് എ സോങ്. ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ കം ആൻഡ് പ്ലേ വിത്ത് മീ. ദ ഡേ ഈസ് ബ്രൈറ്റ്, ദ സ്കൈ ഈസ് ബ്ലൂ, കം ആൻഡ് സിംഗ് വിത്ത് മീ. അല്ലയോ ചിത്രശലഭമേ, നീ എൻ്റെ കൂടെ വന്ന് കളിച്ചാലും. ഈ ദിവസം വളരെ മനോഹരമാണ്, ആകാശം വളരെ നീലയായി കാണപ്പെടുന്നു. നീ എൻ്റെ കൂടെ വരിക, എൻ്റെ കൂടെ പാട്ടുപാടുക. ഹേയ് ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ കം ആൻഡ് ഡാൻസ് വിത്ത് മീ. ഫ്രണ്ട്സ് വി ഹാവ് ഓൾ അറൗണ്ട്, നെവർ ഫീൽ അഫ്രൈഡ്. അല്ലയോ പുൽച്ചാടി, നീ എൻ്റെ കൂടെ വന്ന് ഡാൻസ് ചെയ്താലും. നമുക്ക് ചുറ്റും സുഹൃത്തുക്കളാണ്, നിനക്കൊരിക്കലും ഒറ്റയാണ് എന്നൊരു തോന്നൽ അല്ലെങ്കിൽ പേടി വേണ്ട. നിനക്കൊരിക്കലും പേടി വേണ്ട. സിംഗ് ദ സോങ് അലോങ് വിത്ത് യുവർ ടീച്ചർ. ദെൻ ദ മൂൺ. നമുക്ക് ആ പോയത്തിലേക്ക് കടക്കാം. ദ മൂൺ എന്ന പോയമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റ് ആയിരുന്നു, എസ്സേയിസ്റ്റാണ്, പോയറ്റാണ് ആൻഡ് ട്രാവൽ റൈറ്ററാണ്. നോവലിസ്റ്റ് എന്ന് പറയുന്നത് നോവൽ എഴുതുന്നയാളാണ്. എസ്സേയിസ്റ്റ് എസ്സേകളുണ്ട്. അതുപോലെ ട്രാവൽ റൈറ്റർ യാത്രാ വിവരണങ്ങളൊക്കെ എഴുതുന്നയാളാണ്. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ വർക്ക്സ് സച്ച് ആസ് എ ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ് ആൻഡ് എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്. അത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വർക്കുകളാണ്. Here is a poem that shows how nature is a good companion and guardian. ഇവിടെ എങ്ങനെയാണ് പ്രകൃതി നമുക്കൊരു നല്ല കൂട്ടുകാരനും നല്ലൊരു ഗാർഡിയനും രക്ഷകർത്താവുമാകുന്നത് എന്ന് കാണിച്ചു തരികയാണ്. ദ മൂൺ. നമുക്ക് ആ പോയത്തിലേക്ക് പോകാം. The moon has a face like the clock in the hall. She shines on thieves on the garden wall, on streets and fields and harbor quays and birdies asleep in the forks of the trees. The moon has a face like the clock in the hall. നമ്മുടെ വീട്ടിലെ ഹോളിലിരിക്കുന്ന ഒരു ക്ലോക്കിനെ പോലെയാണ് ചന്ദ്രൻ്റെ മുഖം. നമുക്കറിയാം മിക്ക ക്ലോക്കുകളും റൗണ്ട് ഷേപ്പിലുള്ളതാണ്. അല്ലാത്ത ക്ലോക്കുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. എന്നാലും കൂടുതലും നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, വട്ടത്തിലുള്ള ക്ലോക്കാണ്. അപ്പോൾ ആ ഒരു നല്ല വൃത്താകൃതിയിലുള്ള ചന്ദ്രനാണുള്ളത്. ഷീ ഷൈൻസ് ഓൺ തീവ്സ്. തീവ്സ് ആരാണ്, കള്ളന്മാർ. അപ്പം കള്ളന്മാരിലും ചന്ദ്രൻ പ്രകാശം ചൊരിയുന്നു. ഷീ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ മൂണിനെയാണ്. ഓൺ ദി ഗാർഡൻ വാൾ. കള്ളന്മാർ എവിടെയാണ്, ഗാർഡൻ വാളിൽ. കള്ളന്മാർ മതിൽ ചാടിയാണ് അകത്തേക്ക് കടക്കുക. അപ്പോൾ അതിനെയാണ് ഗാർഡൻ വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗാർഡൻ വാളിൽ വരുന്ന കള്ളന്മാരുടെ മുകളിൽ പോലും ചന്ദ്രൻ പ്രകാശം ചൊരിയുന്നു. അപ്പം ഇവിടെ ഗുഡ് പീപ്പിളിൻ്റെയും ബാഡ് പീപ്പിളിനെയും, അതായത് നല്ല ആൾക്കാരെയും മോശം ആൾക്കാരെയും ഒരുപോലെ ആര് കൺസിഡർ ചെയ്യുന്നു, ചന്ദ്രൻ കൺസിഡർ ചെയ്യുന്നു. ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാർബർ ക്വീസ്. ഓൺ സ്ട്രീറ്റ്സ്, സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ തെരുവുകളിൽ, ഫീൽഡ്സ് വയലുകൾ അല്ലെങ്കിൽ കൃഷിത്തോട്ടങ്ങൾ, അതുപോലെ ഹാർബർ ക്വീസ് എന്ന് പറയുന്നത് തുറമുഖത്ത് കപ്പൽ അടുക്കാനും കപ്പൽ പോകാനും ഒക്കെ ആയിട്ട് ആ തുറമുഖത്തോട് ചേർന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടിട്ടുണ്ടാവും. കപ്പലുകൾക്ക് അതിൽ കയറി നിൽക്കാം. കപ്പലുകൾ അതിന് മുകളിലാണ് നിൽക്കുക. അപ്പം അതാണ് ഹാർബർ ക്വീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇരുമ്പ് ദണ്ട് കൊണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ സ്ട്രീറ്റിലും തെരുവുകളിലും കൃഷിസ്ഥലങ്ങളിലും ഹാർബർ ക്വീസിലും എല്ലാം ഒരുപോലെ ചന്ദ്രൻ പ്രകാശിക്കുന്നു. ആൻഡ് ബേർഡ് ഈസ് അസ്ലീപ്പ് ഇൻ ദി ഫോക്സ് ഓഫ് ദി ട്രീസ്. അതുപോലെ
രാത്രിയിൽ മരങ്ങളുടെ ശിഖരങ്ങൾക്കിടയിൽ, ഫോക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ടായിട്ടൊരു ബ്രാഞ്ച് പോലെ മരത്തിന്റെ ശിഖരങ്ങൾ ഇരിക്കുമല്ലോ, അപ്പം അതിനിടയിൽ ഇരുന്ന് ഉറങ്ങുന്ന പക്ഷികളുടെ മേത്തും ചന്ദ്രൻ പ്രകാശം ചൊരിയുന്നു. The squalling cat and the squeaking mouse, the howling dog by the door of the house, the bat that lies in bed at noon, all about to be out by the light of the moon. The squalling cat, കരഞ്ഞ് വിളിച്ച് നടക്കുന്ന പൂച്ചയും, the squeaking of the mouse, അതും ഉച്ചത്തിൽ കരയുന്നതിനാണ്. ഹൈ പിച്ച്ഡ് നോയ്സ് ആണ്, വളരെ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുകയാണ്. The howling dog, ഏതാ പട്ടി ഇങ്ങനെ ഓരിയിടുന്ന ആ സൗണ്ടാണ്. ബൈ ദ ഡോർ ഓഫ് ദി ഹൗസ്, വീടിൻ്റെ വാതിലിനോട് ചേർന്ന് കിടക്കുന്ന പട്ടി ഒച്ചയിടുന്നു. അപ്പോൾ എന്തിനായിരിക്കും ഒച്ചയിടുന്നത്? പട്ടി രാത്രിയിൽ ഒന്നെങ്കിൽ താനിവിടെ ഉണ്ട്, തൻ്റെ പ്രസൻസ് അറിയിക്കാനായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു അപരിചിത വസ്തുവിനെ കാണുമ്പോൾ അത് വീട്ടുകാരെ അറിയിക്കാനായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആ പട്ടി ഒച്ചയുണ്ടാക്കാറുണ്ട്. ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ, ഉച്ച സമയത്ത് ബെഡിൽ കിടന്നുറങ്ങുന്ന ബാറ്റ്, അതായത് വവ്വാല് പുറത്തിറങ്ങാറില്ല, രാത്രിയിലാണ് വവ്വാല് പുറത്തിറങ്ങുക. അപ്പോൾ അതിനെയാണ് ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ. All love to be out by the light of the moon. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ജീവികളെല്ലാം, ക്യാറ്റ് ആയാലും മൗസ് ആയാലും ഡോഗ്, ബാറ്റ്, ഇവരെല്ലാം ചന്ദ്രന്റെ പ്രകാശത്തിൽ രാത്രിയിൽ പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. But all of the things that belong to the day cuddle to sleep to be out of her way, and flowers and children close their eyes till up in the morning the sun shall arise. But all of the things that belongs to the day, അതായത് പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങി ജീവിക്കുന്നവരെല്ലാം, അതാണ് all of the things that belongs to the day, പകലിനെ ആശ്രയിച്ചു ജീവിക്കുന്നവരെല്ലാം, cuddle to sleep to be out of her way, അവരെല്ലാം ഉറക്കത്തിലേക്ക് അല്ലെങ്കിൽ അവളുടെ വഴിയിൽ നിന്ന്, ചന്ദ്രന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നു. അതായത് മനുഷ്യരായാലും പൂക്കളായാലും അങ്ങനെയുള്ളവരൊക്കെ, മനുഷ്യരെങ്ങനെയാണ് പകല് പുറത്തിറങ്ങി ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തിട്ട് രാത്രിയിൽ ഉറങ്ങുന്നവരാണ്. അത് കടിൽ എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്നേഹത്തോടെ നമ്മുടെ കൈയോട് ചേർത്ത് പിടിക്കുന്നതിനാണ് കടിൽ എന്ന് പറയുക. അപ്പോൾ നമ്മളെല്ലാവരും, മനുഷ്യരെല്ലാവരും പകല് പുറത്തിറങ്ങി രാത്രിയിൽ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. And flowers and children close their eyes till up in the morning the sun shall arise. അപ്പോൾ കുട്ടികളും പൂക്കളും എല്ലാം കണ്ണുകൾ അടച്ച് രാവിലെ സൂര്യരശ്മികൾ പതിക്കുന്നിടം വരെ, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നിടം വരെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും ചന്ദ്രന്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ ഗ്ലോസറിയിലേക്ക് പോകാം. ബേഡി, a child's name for a bird. കുട്ടികൾ ബേഡ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ, ബേഡിനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബേഡി. അതൊരു ചൈൽഡിഷ് ലാംഗ്വേജ് ആണ്. കടിൽ, ടു ഹോൾഡ് ക്ലോസ് ഇൻ വൺസ് ആംസ് ടു ഷോ അഫെക്ഷൻ. നമ്മൾ മറ്റുള്ളവരോടുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കാൻ വേണ്ടി കയ്യിൽ ഇങ്ങനെ കൈയോട് ചേർത്ത് പിടിക്കുന്നതിനെയാണ് കടിൽ എന്ന് പറയുക. ഫോക്സ്, എ ഡിവിഷൻ ഓഫ് ദി ട്രങ്ക് ഓഫ് എ ട്രീ ഇൻടു ടു ബ്രാഞ്ചസ്. മരത്തിന്റെ ശിഖരങ്ങൾ രണ്ടായി തിരിയുന്ന ഒരു വി അല്ലെങ്കിൽ ഒരു യു ഷേപ്പിൽ ഇങ്ങനെ വരില്ലേ മരത്തിന്റെ ശിഖരങ്ങൾ, അതിനെയാണ് ഫോക്ക് എന്ന് പറയുക. ക്വീ, a metal platform for loading and uploading ships. കടലിൽ തുറമുഖത്ത് കപ്പലുകൾ അടുക്കുന്ന ആ ഭാഗത്തായിട്ട് ഒരു മെറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാവും. അതിൻ്റെ മുകളിൽ വന്നിട്ടാണ് ഈ കപ്പലുകൾ അവിടെ നങ്കൂരമിടുക. അതുപോലെ തന്നെയാണ് കടലിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പം തുറമുഖത്ത് ഈ കടലിലേക്ക് ഇച്ചിരി തള്ളി നിൽക്കുന്ന ആ ഒരു മെറ്റൽ പ്ലാറ്റ്ഫോമിനെയാണ് ക്വീ എന്ന് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ ക്വീ എന്നാണ്. സ്കോൾ, ക്രൈ നോയ്സ്ലി, ഉച്ചത്തിൽ കരയുന്നതിനെയാണ് സ്കോൾ എന്ന് പറയുക. ദെൻ സ്ക്വീക്ക്, മേക്ക് എ ഹൈ പിച്ച്ഡ് സൗണ്ട് ഓർ ക്രൈ, ഉച്ചത്തിലുള്ള ശബ്ദം അല്ലെങ്കിൽ കരച്ചിലിനെയാണ് സ്ക്വീക്ക് എന്ന് പറയുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം. ഹാവ് യു എവർ വോക്ക്ഡ് ഇൻ ദി മൂൺലൈറ്റ്? വാട്ട് ഡു യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദി സ്കൈ? നിങ്ങൾ എപ്പോഴെങ്കിലും ചന്ദ്രൻ്റെ പ്രകാശത്തിൽ, മൂൺലൈറ്റിൽ ഇറങ്ങി നടന്നിട്ടുണ്ടോ? നിങ്ങൾക്കത് കാണുമ്പോൾ എന്താണ് തോന്നുക? അപ്പോൾ ആരും ഉണ്ടാവില്ല ആ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ ഇറങ്ങി നടക്കാത്തവർ, അല്ലേ? എല്ലാവരും ഉണ്ടാവും. അതും ഒരു പ്രാവശ്യമൊന്നും ആയിരിക്കില്ല, ഒരുപാട് തവണ. അതുകൊണ്ട് അതിൻ്റെ ആൻസർ യെസ്, സെവറൽ ടൈംസ്, ഉണ്ട്, അനേകം തവണ. ദെൻ വാട്ട് ഡു യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദി സ്കൈ? നിങ്ങൾക്ക് എന്താണ് ചന്ദ്രൻ്റെ ആ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ തോന്നുന്നത്? ഐ ഫീൽ ഹാപ്പിനെസ് ആൻഡ് പീസ്, അല്ലെങ്കിൽ ഐ ഫീൽ ഹാപ്പി ആൻഡ് പീസ്. Then second,
വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു? ഇവിടെ ചന്ദ്രന്റെ മുഖത്തിനെ എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഹിയർ മൂൺസ് ഫേസ് ഈസ് കമ്പയർഡ് ടു എ ക്ലോക്ക് ഇൻ ദി ഹാൾ. Here, moon's face is compared to a clock in the hall. Then third one, where, according to the poet, do birds sleep at night? രാത്രിയിൽ എവിടെയാണ് പക്ഷികൾ ഉറങ്ങുന്നതെന്നാണ് പോയറ്റ് പറയുന്നത്. Birds asleep at night in the forks of the trees. In the forks of the trees. Fourth one, where does the moon shine and spread its beautiful beams? ഈ പോയത്തിൽ എവിടെയൊക്കെയാണ് മൂൺ ലൈറ്റ് പതിക്കുന്നതെന്നാണ് പോയറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് രണ്ടു മൂന്ന് ഭാഗത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഷൈൻ ഓൺ തീവ്സ്, ഹാർബർ ക്വീസ്, ഫോക്സ് ഓഫ് ദി ട്രീസ്. ഷൈൻ ഓൺ തീവ്സ്, ഹാർബർ ക്വീസ്, ഫോക്സ് ഓഫ് ദി ട്രീസ്. Fifth one, why could the dog be howling by the door of the house? എന്തിനാണ് വീടിൻ്റെ ആ വാതിലിനോട് ചേർന്ന് പട്ടി ഓരിയിടുന്നത്? ടു അട്രാക്ട് അറ്റൻഷൻ, ടു അനൗൺസ് ദെയർ പ്രസൻസ്. അപ്പം മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിച്ച് അവരവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് അറിയിക്കാനായിരിക്കാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപരിചിത വസ്തുക്കളെ കാണുമ്പോഴായിരിക്കാം. അപ്പം എന്തിനാന്ന് ഈ പോയത്തിൽ പറഞ്ഞിട്ടില്ല. Then sixth one, which are the creatures that like to spend time in the moonlight? ഈ പോയത്തിൽ ആരൊക്കെയാണ് മൂൺലൈറ്റിൽ, ചന്ദ്രന്റെ പ്രകാശത്തിൽ ഇറങ്ങി നടക്കാൻ താല്പര്യമുള്ളവർ എന്ന് പോയറ്റ് പറഞ്ഞിരിക്കുന്നത്? ആരൊക്കെയാണ്? ക്യാറ്റ്, ഡോഗ്, മൗസ്, ബാറ്റ്. സെവൻത്, how long do the flowers and children sleep and take rest? എത്ര സമയത്തേക്കാണ് പൂക്കളും കുട്ടികളും ഉറങ്ങുന്നത് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്നത്? എത്ര സമയത്തേക്കാണ്? ടിൽ ദ മോർണിംഗ് സൺ ഷൈൻസ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നിടം വരെയാണ് അവർ കിടന്നുറങ്ങുക. ഇനി ആക്ടിവിറ്റി ഫസ്റ്റ്. ലുക്ക് അറ്റ് ദി വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സൗണ്ട്സ് മെയ്ഡ് ബൈ ആനിമൽസ്. ദ ചിപ്പിംഗ് ഓഫ് ദി ബേർഡ്സ്, ദ ട്രംപീറ്റിംഗ് ഓഫ് എലിഫൻറ്റ്സ്. There are similar words in the poem that describes the sounds made by the animals. Pick out those words and write them down. അപ്പം ഈ സൗണ്ട്സ്, ചിപ്പിംഗ് ഓഫ് ദി വേർഡ്സ്, പക്ഷികളുടെ കലപില സൗണ്ട്, അതുപോലെ ആനയുടെ ചിഹ്നം വിളി, ഇതുപോലെ ആനിമൽ സൗണ്ട്സ് പുസ്തകത്തിൽ ഈ പോയത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വളരെ ഈസി ടാസ്ക് ആണ്. സ്കോളിംഗ് ക്യാറ്റ്, സ്ക്വീക്കിംഗ് മൗസ്, ഹൗലിംഗ് ഡോഗ്. മൂന്നെണ്ണം തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 2. മാച്ച് ദ ഫ്രേസസ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് മേക്ക് കംപ്ലീറ്റ് സെൻറ്റൻസസ്. കോളം എയിൽ തന്നിട്ടുള്ള ഫ്രേസസും കോളം ബിയിലെ സെൻറ്റൻസും കൂടി ചേർത്ത് ഒരു സെൻറ്റൻസ് ആക്കണം. കോളം എയിൽ ദ thieves, thieves എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? The thieves are on the garden wall. The birds are asleep in the forks of trees. The bat lies in bed at noon. The dog is howling by the door of the house. The children sleep till the sun rises. ഇതെല്ലാം ആ പോയത്തിൽ നേരിട്ട് തന്നിട്ടുള്ളതാണ്. ഇനി ആക്ടിവിറ്റി 3. Here are some balloons. Some are red, some are green. Rhyming words are given on the green balloons. The words on the red balloons do not rhyme. അതായത് ഇവിടെ രണ്ട് കളറിലുള്ള ബലൂൺസ് തന്നിട്ടുണ്ട്, റെഡും ഗ്രീനും. ആ ഗ്രീനിലുള്ളതെല്ലാം റൈം ചെയ്യുന്ന വേർഡ്സുകളാണ്, റൈമിംഗ് വേർഡ്സ് ആണ്. റെഡിലേത് റൈമിംഗ് ചെയ്യുന്നതല്ല. ആൻഡ് റൈമിംഗ് വേർഡ്സ് ഓൺ ദി ഗ്രീൻ ബലൂൺസ് ഫ്രം ദ പോം. ഇതിനകത്ത് 3 ബലൂൺസിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല, അവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. അതുപോലെ 2 ബലൂണിനകത്ത് ഹാൾ ഡേ തന്നിട്ടുണ്ട്, അവിടെ അതിന് ചേരുന്ന റൈമിംഗ് വേർഡ്സ് നമ്മൾ കണ്ടുപിടിക്കുകയും വേണം. പോയത്തിൽ നിന്നാണ് ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്ന് ഹോൾ, അത് തന്നിട്ടുണ്ട്, അതിൻ്റെ താഴെയായിട്ട് വോൾ. ഡേ തന്നിട്ടുണ്ട്, വേ. ഇനി തരാത്ത 3 ഉണ്ട്. മൗസ്, ഹൗസ്. നൂൺ, മൂൺ. ഐസ്, റൈസ്. Then activity 4. Collect similar nature poems. Write one of them below and recite in the class. ഇതുപോലെ നിങ്ങൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ നേച്ചർ പോയിംസ് പഠിച്ചിട്ടുണ്ടാവും, ബട്ടർഫ്ലൈസിനെ പറ്റിയോ അല്ലെ നേച്ചറിൽ ഏതിനെങ്കിലും പറ്റി. അപ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു 4 വരി അവിടെ എഴുതി ചേർക്കുക. നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ, ബട്ട് ഇഫ് വി ഹാം നേച്ചർ ഇറ്റ് വിൽ ഷോ ആസ് ഇറ്റ്സ് സ്കറി ഫേസ്. നേച്ചർ വളരെ
മനോഹരിയാണ്. പക്ഷെ നമ്മൾ നേച്ചറിനെ ഉപദ്രവിച്ചാൽ അത് നമ്മളെ അതിൻ്റെ ഒരു രൗദ്രഭാവം കാണിക്കും. വാട്ട് ആർ ദി ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ? നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി അതിനെ ഇരട്ടിയായി നമുക്ക് മേൽ തിരിച്ചടിക്കും. അത് നമുക്ക് അറിവുള്ളതാണ് അല്ലേ? നമ്മൾ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ കുന്നുകൾ ഇടിക്കും, മരങ്ങളൊക്കെ നശിപ്പിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാവും. അതുപോലെ വലിയ വലിയ തോടുകളൊക്കെ നമ്മൾ വീതി കുറച്ച് കെട്ടും, അല്ലെങ്കിൽ പാടങ്ങളിലൊക്കെ മണ്ണിട്ട് നികത്തി അവിടെ കെട്ടിടങ്ങൾ വെക്കും. മഴക്കാലം ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ മഴക്കാലത്ത് ഇവിടെ ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഇരച്ചു കയറും. അതൊക്കെ നമ്മൾ പത്രത്തിൽ കാണുന്നതാണ്. അവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ? പ്രകൃതിക്ക് ഉപദ്രവം ചെയ്യുന്ന നമ്മുടെ മനുഷ്യൻ്റെ പ്രവർത്തികൾ ഏതൊക്കെയാണ്? നമ്മൾ ഡീഫോറസ്റ്റേഷൻ അല്ലേ? മരങ്ങൾ മുഴുവൻ വെട്ടി നശിപ്പിക്കാറുണ്ട്. ഡീഫോറസ്റ്റേഷൻ, എയർ പൊല്യൂഷൻ, ഒരുപാട് വലിയ വലിയ ഫാക്ടറികളിൽ നിന്നുള്ള പുകയും വണ്ടികളിൽ നിന്നുള്ള പുകയും നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുന്നത് മൂലവും നമ്മൾ വായു മലിനപ്പെടുത്തുന്നുണ്ട്, എയർ പൊല്യൂഷൻ. ദെൻ വാട്ടർ പൊല്യൂഷൻ, ജലാശയങ്ങളിലേക്കൊക്കെ ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മൾ അതും വൃത്തികേടാക്കാറുണ്ട്. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. ദെൻ വാട്ട് കുഡ് ബി ദ കോൺസിക്വൻസസ്? നമ്മളിങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എന്താണ് അതിൻ്റെ റിസൾട്ട്? അതിൻ്റെ റിസൾട്ട് എന്താണ്? ഫ്ലഡ് ഉണ്ടാവാം, പൊല്യൂട്ടഡ് എയർ പൊല്യൂഷൻ നമ്മൾ കാരണമാകുമ്പോൾ പൊല്യൂട്ടഡ് എയർ, അതായത് മലിനമായ വായുവാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ നമ്മൾ വെള്ളത്തിലേക്ക് ആവശ്യമില്ലാത്തതൊക്കെ വലിച്ചെറിയുമ്പോൾ പൊല്യൂട്ടഡ് വാട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഫ്ലഡ്, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാറുണ്ട്, മുഴുവൻ കാലാവസ്ഥയും മാറിപ്പോവും. അപ്പം ക്ലൈമറ്റ് ചേഞ്ച്, ഫ്ലഡ്, പൊല്യൂട്ടഡ് എയർ, പൊല്യൂട്ടഡ് വാട്ടർ. ഇനി താഴെ ഒരു ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഫ്ലഡ്സ് പ്ലേ ഹവോക്ക് വിത്ത് ലൈവ്സ് ഇൻ കേരള. പ്രളയം മൂലം കേരളത്തിലെ മനുഷ്യർക്കുണ്ടായിട്ടുള്ള ദോഷങ്ങളെ പറ്റിയുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. വായിക്കാം. തിരുവനന്തപുരം. Rains, storms and floods this past week took a toll of 200 lives so far, officials stated here on Monday. തിങ്കളാഴ്ച സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ചയുണ്ടായ മഴയിലും കൊടുങ്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും 200ഓളം ജീവനുകൾക്ക് അപകടമുണ്ടായി. Giving a roundup of the havoc across districts, officials said several houses collapsed and hundreds of people have been rendered homeless. ഗവൺമെൻറ് ഔദ്യോഗികമായി വ്യക്തമാക്കിയതനുസരിച്ച് പല ജില്ലകളിലെയും വീടുകൾ വീണു, അത് നശിച്ചുപോയി. അതുപോലെ നൂറുകണക്കിന് ആൾക്കാർക്ക് വീടില്ലാതായി. റോഡ്സ് വെയർ ഫ്ലഡഡ് ഇൻ ലോ ലേയിങ് ഏരിയാസ്, അതായത് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം റോഡുകൾ വെള്ളത്തിലായി. അതുപോലെ റോഡിലെ ഗതാഗതം താറുമാറായി. റെയിൽ സർവീസസ് ടു റിമൈൻഡ് സസ്പെൻഡഡ് ഫോർ 2 days. 2 ദിവസത്തേന് ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചു. ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് വെയർ സ്നാപ്ഡ് അറ്റ് മെനി പ്ലേസസ് ഡ്യൂ ഓൾസോ ടു ദി ഫോൾ ഓഫ് ട്രീസ്. മരങ്ങൾ മറിഞ്ഞു വീണതുകൊണ്ട് പല സ്ഥലങ്ങളിലും ടെലികമ്മ്യൂണിക്കേഷൻസ്, നമ്മുടെ ഫോൺ കറണ്ട് അങ്ങനെയുള്ളതെല്ലാം പോയി. ദ ലൈൻസ് ആർ ബീയിങ് റീസ്റ്റോർഡ്, ഒഫീഷ്യൽ സെഡ്. ഇതൊക്കെ ഉടനെ ശരിയാക്കുമെന്ന് ഒഫീഷ്യൽസ് പറഞ്ഞു. വാട്ട് ഈസ് ദി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എബൌട്ട്? എന്തിനെ പറ്റിയായിരുന്നു ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? അത് അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെയുണ്ട് അല്ലേ? ഫ്ലഡിനെ പറ്റിയായിരുന്നു അത്. Here is a collage made of news headlines. Read some of the headlines. What is the collage about? Collect a few news headlines related to environmental issues and paste them in your notebook to make a collage of your own. You may include pictures also to make it more beautiful. അപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സുകളൊക്കെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതൊക്കെ സംഘടിപ്പിച്ച് ബുക്കിൽ ഇതുപോലൊരു കൊളാഷ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ കൊളാഷ് അബൌട്ട് എന്ന് ചോദിച്ചാൽ ഇത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ പറ്റിയാണ്. അതുപോലെ വാട്ടർ പൊല്യൂഷനെ പറ്റിയാണ്, ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയാണ്. അപ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് environmental issues. Thank you.